നമസ്കാരം. പ്രധാനമന്ത്രിയുടെ അകത്തെ അഴുക്ക് മുഖത്തും വാക്കുകളിലും നന്നായി അറിയാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രി എന്ന നിലയിൽ സാമാന്യമായി പുലർത്തേണ്ട ജനങ്ങളോടുള്ള മൃദുവായ സമീപനം ബോധപൂർവം വലിച്ചെറിഞ്ഞ് അഹങ്കാരവും ആക്ഷേപവും ഒരു വിഭാഗത്തിനെതിരെ ചുരിയുന്ന നരേന്ദ്രമോദിയുടെ സമീപനം തെരഞ്ഞെടുപ്പിനപ്പുറം ഗൗരവമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ മക്കളുള്ളവർ തുടങ്ങിയ ആക്ഷേപങ്ങൾ പ്രധാനമന്ത്രി സ്വന്തം പൗരന്മാർക്കെതിരെ ചൊരിയുന്നതിന്റെ ദുർഗന്ധം രാജ്യത്തെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. പെരുമാറ്റച്ചട്ടത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെയും വെല്ലുവിളിച്ച് വിദ്വേഷ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ച് മോദി നടത്തിയ നിരവധി പ്രസംഗങ്ങളുടെ പശ്ചാത്തലം ഓർക്കുമ്പോൾ തന്നെ ഇതിലൊന്നിലും ശരിക്കും അത്ഭുതപ്പെടാനൊന്നുമില്ല. സമൂഹത്തിൽ വേർതിരിവുണ്ടാവാൻ കാരണമായേക്കാവുന്ന പരാമർശങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന്റെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A വകുപ്പിന്റെയും ലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നിയമിക്കുന്ന ആളോട് തന്നെ വിധേയത്വം കാണിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ജനാധിപത്യത്തെയും രാജ്യത്തെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ദുർബലരുടെയും തെറ്റിദ്ധരിക്കപ്പെട്ടവരുടെയും സംരക്ഷണത്തിനായി നിലകൊള്ളുന്നവരായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് സുപ്രീം കോടതി പറഞ്ഞതെല്ലാം ഇപ്പോൾ വെറും പാഴ്വാക്കുകളായി മാറിയിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളിൽ പരാതി ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരെ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമെതിരെയുള്ള പരാതികളിൽ നടപടിയെടുക്കാത്തതിന് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയപ്പോഴാണ് 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതികൾ പരിഗണിക്കാനെങ്കിലും തയ്യാറായത്. അതാകട്ടെ മോദിക്കും അമിത്ഷായ്ക്കും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടായിരുന്നു. നിലവിൽ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലും വ്യക്തമാക്കാൻ കമ്മീഷൻ ആദ്യഘട്ടം തയ്യാറായിരുന്നില്ല. നോക്കട്ടെ, പരിശോധിക്കാം എന്ന നിലപാടായിരുന്നു അന്ന് കമ്മീഷൻ പുലർത്തിയിരുന്നത്. മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് മോദി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി CPI അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കമ്മീഷന് പരാതി നൽകിയിരുന്നു. സംവിധാൻ ബച്ചാവോ നാഗരിക് അഭിയാൻ 17,400 പേര് ഒപ്പിട്ട നിവേദനവും അയച്ചിരുന്നു. വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും ഹർജികളുണ്ട്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP അധ്യക്ഷൻ JP നഡ്ഡയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് കമ്മീഷൻ നൽകിയ കത്തിലുള്ളത്. പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ ആരോപിക്കപ്പെടുന്നതിന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിക്കോ താരപ്രചാരകനോ നേരിട്ട് നൽകിയിരുന്ന പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇതാദ്യമായാണ് പാർട്ടി അധ്യക്ഷന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു നിലപാടാണ് മോദിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ദുർബലനും അധികാരികൾക്ക് മുന്നിൽ മുട്ടിലിഴയുന്നവനുമായ ഒരാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി പറഞ്ഞത്. ജനാധിപത്യത്തിന്റെ ശ്രേഷ്ഠമായ മുഖം സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. എപ്പോഴും ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നതാകണം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. സ്വതന്ത്രവും നീതിയുക്തവുമാകണം. ഏത് കൊലകൊമ്പനായ വമ്പനെയും അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ ജനങ്ങൾക്ക് കഴിയും. വോട്ടെടുപ്പ് ഉറപ്പാക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമവാഴ്ചയുടെ അടിത്തറ ഉടയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ബഹുമാനിക്കുന്ന ഭരണകൂടമാണ് ജനാധിപത്യത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നത്. ജനങ്ങളിൽ കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾ ചെയ്യേണ്ടത്. 80%വും 20%വും തമ്മിലുള്ള ഏറ്റുമുട്ടലെന്ന് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ച ആദിത്യനാഥിന്റെ വഴിയെ മോദിയും സഞ്ചരിക്കുമ്പോൾ ജനാധിപത്യ മതേതര ഇന്ത്യ ഭൂതകാല ശേഷിപ്പുകളിൽ മാത്രം അവശേഷിക്കുമെന്ന ഭയാനകമായ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു.